പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ ചിരിനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, നിങ്ങൾ ക്ഷേമത്തോടുകൂടെ സന്തോഷത്തോടുകൂടെയാണെന്ന് ഈ പ്രഭാതവും കർത്താവിൽ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനക്കാരൻ പാടുന്നു, ആകയാൽ നീതിമാന് പ്രതിഫലം ഉണ്ട് നിശ്ചയം. മനുഷ്യർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ദൈവത്തിൽ നിന്ന് പ്രതിഫലം ലഭിക്കുമെന്ന് ദൈവവചനം പറയുന്നുണ്ടെങ്കിലും ചെയ്യുന്ന പ്രവൃത്തികളുടെ ഉദ്ദേശശുദ്ധിയും നടപടികളും നന്നല്ല എങ്കിൽ പ്രതിഫലം ലഭിക്കുകയില്ല എന്നും കൂടെ വചനം മുന്നറിയിപ്പ് തരുന്നുണ്ട്. രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്നവരുടെ എല്ലാ പ്രവൃത്തികൾക്കും പ്രതിഫലമുണ്ടാകും. അവയിൽ ചില പ്രവൃത്തികൾ നമുക്ക് നിസ്സാരമെന്ന് പ്രയോജനരഹിതമാണെന്ന് തോന്നിയാലും അവയെല്ലാം വളരെ പ്രതിഫലത്തിന് കാരണമാകുമെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത്. ആമേൻ. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. വചനം പറയുന്നു, എന്നാൽ നിങ്ങൾ ധൈര്യപ്പെട്ടിരിപ്പിൻ, നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്, നിങ്ങളുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലമുണ്ടാകും. പ്രതിഫലത്തിന് കാരണമാകുന്ന അനവധി പ്രവൃത്തികളെക്കുറിച്ച് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ചുരുക്കം ചില പ്രവൃത്തികളെക്കുറിച്ചുള്ള വാക്യങ്ങൾ അവൻ ഈ പ്രഭാതം ചൂണ്ടിക്കാണിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഒന്ന്, സുവിശേഷം അറിയിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട്. ആമേൻ. 2, ഉപവാസം ദൈവത്തിന് പ്രസാദമാകിയാൽ അതിനും പ്രതിഫലമുണ്ട്. 3, നല്ല ഉദ്ദേശത്തോടെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന എന്തിനും ദൈവസേനയിൽ പ്രതിഫലമുണ്ട്. 4, സന്തോഷത്തോടെ പച്ചവെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട്. 5, ശുശ്രൂഷകനെ സ്നേഹിക്കുകയും അവർക്ക് ആഹാരം കൊടുക്കുകയും ചെയ്താൽ പ്രതിഫലമുണ്ട്. 6, ദൈവിക ശുശ്രൂഷകരെ കൈക്കൊള്ളുന്നവർക്കും കൈത്താങ്ങുന്നവർക്കും പ്രതിഫലമുണ്ട്. ശൂനോങ്കാരെത്തി എലീശ പ്രവാചകനെ കൈത്താങ്ങിയത് കൊണ്ട് ദൈവസന്നിധിയിൽ നിന്നും അവൾ പ്രതിഫലം നേടുവാനിടയായി. 7, കർത്താവിൻ്റെ നാമനിമിത്തം ഉപദ്രവങ്ങളും കഷ്ടങ്ങളും സഹിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട്. 8, നിലനിൽക്കുന്ന പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് പ്രതിഫലമുണ്ട്. 9, മറ്റുള്ളവരോട് അസൂയപ്പെടാതെ ദൈവഭക്തിയോടെ ജീവിക്കുന്നവർക്കും പ്രതിഫലമുണ്ട്. 10, ദൈവത്തെ വിശ്വസിക്കുകയും വചനത്തിൽ ആശ്രയിക്കുകയും ചെയ്താൽ പ്രതിഫലമുണ്ട്. ആമേൻ. പ്രിയ ദൈവവേദലേ, ദൈവത്തെ സ്നേഹിക്കുന്ന നീതിമാന്മാർക്ക് വേണ്ടി എന്തെല്ലാം പ്രതിഫലങ്ങളാണ് ദൈവം ഒരുക്കി വച്ചിരിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായി പറയുവാൻ കഴിയുകയില്ല. എന്തുതന്നെ ഒരുക്കി വച്ചിരുന്നാലും ക്രിസ്തുവിനെ നമുക്ക് നേരിൽ കാണുവാനും തന്നോടൊപ്പം നിത്യത മുഴുവൻ ചെലവഴിക്കുവാനും സാധിക്കുക എന്നുള്ളത് എന്തിനേക്കാളും വിലയുള്ളതാണ്. ഒരു ഭക്തന് ഭൗതികമായ പല പ്രതിഫലങ്ങളും ഇവിടെ ലഭിച്ചില്ലെന്ന് വന്നാലും നിത്യതയിൽ ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങളും പ്രതിഫലങ്ങളും ഒരിക്കലും ലഭിക്കാതെ പോകയില്ല. ആമേൻ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മഹത്വം. ആമേൻ. സ്തോത്രം. ദൈവത്തിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കി ഇരിക്കുന്ന എണ്ണമറ്റ ഭക്തന്മാർ ലോകത്തിൽ ഇന്നും ജീവിക്കുന്നു. സുഖസമൃദ്ധിയുടെ പുറകെ ഓടാതെ ഈ ലോകത്തിൽ വിശ്വസ്തയോടുകൂടെ ജീവിച്ച് നിത്യതയിൽ പ്രവേശിച്ചവരും ഉണ്ട്, പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഇന്ന് അനേകർ അങ്ങനെ തന്നെ ജീവിക്കുന്നു. ലോകം അവരെ അറിയുന്നില്ല എന്ന് മാത്രമല്ല, എന്നും നിരവധി ഘട്ടങ്ങളിൽ കൂടെ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, ഈ പ്രഭാതം ആമേൻ സ്തോത്രം, അനവധി ആവശ്യങ്ങളുമായി അനവധി ഘട്ടങ്ങളിൽ കൂടെ ഞെരുക്കങ്ങളിൽ കൂടെ ആയിരിക്കുന്ന തൻ്റെ ഭക്തന്മാരെ ഒന്ന് ഓർക്കൂ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പ്രതിഫലങ്ങൾക്ക് വേണ്ടി നാം ദൈവവചനം ആമേൻ സ്തോത്രം നിവർത്തിക്കുന്നവരാകണം. ദൈവവചനത്തെ ആമേൻ സ്തോത്രം നാം അനുസരിക്കുന്നവരാകണം. ആകയാൽ നമുക്കും ഒരു പ്രതിഫലത്തിനായി നമുക്ക് ദൈവസന്നിധി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ പ്രവൃത്തികളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. വിശ്വസ്തയോടുകൂടെ നിത്യതയ്ക്കായി കാത്തിരിക്കാം. ആകയാൽ നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം. നമ്മുടെ കണ്ണുകളെ ദിവസത്തിനടയ്ക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ,
നിരവധി ഭക്തന്മാരെ ആദരിച്ച കൈത്താങ്ങി കർത്താവെ സ്തോത്രം അനേക ദൈവക്കുഞ്ഞുങ്ങളുണ്ട്. ആമേ സ്തോത്രം കർത്താവെ, ആഹാരം കൊടുത്തും പാർക്കുവാനിടം കൊടുത്തും വസ്ത്രം കൊടുത്തും കർത്താവെ സ്തോത്രം ആമേ തൻ്റെ ഭക്തന്മാരെ ആദരിച്ച അവൻ്റെ അനവധി ദൈവക്കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി പ്രതിഫലങ്ങൾ ഈ ഭൂമിയിൽ കർത്താവെ സ്തോത്രം നിത്യതയിലും ആമേൻ അനുഭവിക്കുവാനിടയായിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ നല്ല നാഥൻ്റെ സന്നിധിയിൽ എത്തിച്ചേരുവോളം കർത്താവ് ഈ ഭൂമിയുടെയും കർത്താവ് നല്ല പ്രതിഫലങ്ങളെ, നല്ല ദാനങ്ങളെ ഞങ്ങൾ അനുഭവിച്ച് സന്തോഷത്തോടെ, സമാധാനത്തോടെ, വിശ്വസ്തയോടെ, വിശുദ്ധിയോടുകൂടെ ഞങ്ങൾ നിലനിൽപ്പാൻ സ്വർഗം കൃപ ചെയ്യും. ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ കർത്താവിൻ്റെ വിലയേറിയ ദാസിദാസന്മാരെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യും. ദൈവം ഇന്ന് പ്രഭാതം അങ്ങയുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല പ്രതിഫലങ്ങളെ കൊടുത്താതിരിക്കണം, അനുഗ്രഹിക്കും, എല്ലാവിധമായ നന്മകളാൽ നിറയ്ക്കണം, മഹത്വം അങ്ങെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.